ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. നിങ്ങൾക്ക് വിജ്ഞാനം നുകരാൻ ആവശ്യമായ രണ്ട് പ്രധാനപ്പെട്ട സോഴ്സുകൾ, ആലത്തുകൾ അല്ലാഹു നൽകി. അത് മനുഷ്യന്റെ ചെവിയാണ്. കണ്ണ് കാണാത്തവരും കണ്ണ് കാണാത്ത ആലിമീങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പണ്ഡിതന്മാർ. ഹെലൻ കെല്ലറെ കുറിച്ച് നമ്മൾ പറയും. എത്രയോ ആലിമീങ്ങൾ കണ്ണ് കാണാത്ത അന്ധന്മാരായിരുന്നു. എന്തേ? ചെവി മതി. വജഅല ലകുമുസ് സമഅ വൽ അബ്സാർ. നിങ്ങൾക്ക് കാഴ്ചകൾ നൽകുന്നതും അല്ലാഹുവാണ്. കഴിഞ്ഞില്ല, പിന്നെയോ? കേട്ടു, കണ്ടു. ഇനി എന്ത് ചെയ്യണം? ആ ഇൻഫോർമേഷൻ പ്രോസസ് ചെയ്യണം. അതിനെന്ത് വേണം? ബ്രെയിൻ വേണം. വൽ അഫ്ഇദ വൽ അഫ്ഇദ വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. നിങ്ങൾക്ക് ചിന്തിക്കാൻ ആവശ്യമായ ബുദ്ധിയും നൽകിയത് അല്ലാഹുവാണ്. മനുഷ്യന്റെ ബ്രെയിൻ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര. ഇന്ന് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ലീസ്റ്റ് സ്റ്റഡീഡ് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി ഈസ് ദ ബ്രെയിൻ. നമുക്ക് ഹാർട്ടിനെ കുറിച്ച് പഠിക്കാൻ പറ്റുന്നുണ്ട്, ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാൻ പറ്റും. കിഡ്നിയെ കുറിച്ച് പഠിക്കാം, ലിവറിനെ കുറിച്ച്, പാൻക്രിയാസിനെ കുറിച്ച്, ഇൻറ്റസ്റ്റൈൻ, മനുഷ്യന്റെ ബ്ലാഡർ, ഇതൊക്കെ പഠിക്കാൻ പറ്റും. പക്ഷെ മനുഷ്യന് കുറച്ചു മാത്രം പഠിക്കാൻ പറ്റിയ സാധനം മനുഷ്യന്റെ ബ്രെയിനാ. എന്തുകൊണ്ടെന്നറിയോ? മനുഷ്യന്റെ ബ്രെയിൻ മരിക്കാതെ നിലനിർത്തിയിട്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റുന്നില്ല. മനുഷ്യൻ മരിച്ചാൽ പിന്നെ തലച്ചോറെടുത്ത് പഠിക്കാം. പക്ഷെ മനുഷ്യൻ മരിക്കാതെ ജീവനുള്ള ഒരു മനുഷ്യന്റെ ബ്രെയിനിനെ നിലനിർത്തിയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. മനുഷ്യൻ മരിച്ചു. ഹൈലി റിസ്കിങ് ആണത്. അതുകൊണ്ട് മനുഷ്യന് കുറച്ചു മാത്രം ഇൻഫർമേഷനെ ബ്രെയിനിനെ കുറിച്ചുള്ളൂ. ആ ഉള്ളത് നമുക്ക് തോന്നും ഭയങ്കര ഇൻഫർമേഷൻ ആണെന്ന്. തീർച്ചയായും വൽ അഫ്ഇദ, ഖുർആൻ പറയാൻ, ഇത് സ്രഷ്ടാവിന്റെ പടച്ചതമ്പുരാനായ അള്ളാഹുവിന്റെ ബെഞ്ച് മാർക്കുകളാണ്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ലയോ? നിങ്ങളുടെ കണ്ണ്. നമ്മൾ റോബോട്ട് കാണുമ്പോൾ ഇങ്ങനെ അത്ഭുതപ്പെടും. നമ്മൾ ഒരു ഫേക്ക് ആയിട്ടുള്ള മനുഷ്യർക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഫേക്ക് കണ്ണുകള് നമ്മൾ അത്ഭുതപ്പെടും, അല്ലേ? പക്ഷേ ഈ രക്തധമനികളെ കൊണ്ട്, ശ്വാസകോശങ്ങളെ കൊണ്ട്, ടിഷ്യൂസിനെ കൊണ്ട്, നെർവുകളെ കൊണ്ട് പടച്ചവനുണ്ടാക്കിയ കണ്ണ് എത്ര വലിയ അത്ഭുതമാണ്. യാ അല്ലാഹ്, എന്തിനാ തന്നതെന്നറിയോ? കണ്ടു പഠിക്കാൻ. എന്തിനാ ചെവി? കേട്ടു പഠിക്കാൻ. എന്നിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യണം. അപ്പോഴാണ് ഇൻഫോർമേഷൻ ഉണ്ടാവുക. അതിനല്ലാഹു അതിൻ്റെ മീതെ അഖലും തന്നു, ബുദ്ധിയും തന്നു. അവിടെ നിസ്കരിക്കുമ്പോൾ നമ്മോട് നിൽക്കാൻ പറഞ്ഞു പടച്ചവൻ. അല്ലാഹു അക്ബർ. നിസ്കരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ മീതയാണ്. നിസ്കരിക്കുമ്പോൾ ചൊല്ലുന്നത്, നിൽക്കുമ്പോൾ ചൊല്ലുന്നത് മുഴുവൻ, നിർബന്ധമായത് മുഴുവൻ ഖുർആനാണ്, അല്ലേ? ഫാത്തിഹ. പിന്നെ സൂറത്ത് സുന്നത്താണ്. പക്ഷെ ഫാത്തിഹ നിർബന്ധമാണ്. ഫാത്തിഹ ആണെങ്കിലോ ഉമ്മുൽ കിതാബ്, ഖുർആനിന്റെ ഉമ്മയാണ്. ആ ഫാത്തിഹ നിൽപ്പിൽ, ഒരു ഖിയാമിൽ ഒരു നിസ്കരിക്കുന്ന മനുഷ്യന് ഓതിയില്ലെങ്കിൽ അവന് നിസ്കാരമില്ല. നിൽക്കുമ്പോൾ ഓതുന്നത് ഫാത്തിഹയാണ്, നിർബന്ധമായത്. ആലോചിക്കണം. എന്തുകൊണ്ടെന്നറിയോ? മനുഷ്യന്റെ ബ്രെയിൻ ആകാശ ലോകത്തുമായി കണക്ട് ചെയ്യുന്ന വളരെ മനോഹരമായൊരു മുഹൂർത്തമാണത്. നിൽക്കുകയാണിവിടെ. മേലെ എന്ന് പറയുന്നത് ഉന്നതങ്ങളെ സൂചിപ്പിക്കാനാണ്, അല്ലേ? അള്ളാഹു ആകാശത്താണ് എന്ന വിശ്വാസം അശ്അരി, മാതുരിദി മദ്ഹബുകളില്ല. പടച്ചതമ്പുരാൻ ഫിൽ ഉലുവി, അള്ളാഹു ഉന്നതങ്ങളിലാണ്. ആ പടച്ചതമ്പുരാനുമായി മനുഷ്യന്റെ ബ്രെയിനിനെ കണക്ട് ചെയ്യുന്നത് വിശുദ്ധ ഖുർആനാണ്. അതിരുന്നാലും കിടന്നാലും ഒക്കെ അത് തന്നെയാണ്. പക്ഷേ ഈ ഖിയാമിൽ ഒരു സിംബലിക് റെപ്രസെന്റേഷൻ ഉണ്ട്. ആ നൃത്തം എന്ന് പറയുന്നത് മനുഷ്യനെ ഖുർആൻ കൊണ്ട് ആകാശലോകവുമായി ബന്ധിപ്പിക്കുക. മനുഷ്യന്റെ ഹ്യൂമൻ ബ്രെയിൻ, അൽ അഖൽ, ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞു, അൽ അഖലു വഹ്യും മിനദ് ദാഖിൽ വൽ വഹ്യു അഖലും മിനൽ ഖാരിജ്. ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി തങ്ങളുടെ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ്. അൽ അഖൽ, മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് വരുന്ന വഹ്യാണ്. വഹ്യും മിനദ് ദാഖിൽ. വഹി എന്ന് പറയുന്നത് ജിബ്രീൽ തങ്ങൾ കൊണ്ടുകൊടുത്ത ആ വഹി എന്ന് പറയുന്നത് അഖലുൻ മിനൽ ഖാരിജ്, മനുഷ്യ ശരീരത്തിന്റെ പുറത്തു നിൽക്കുന്ന ബുദ്ധിയാണ്. The revelation is the external brain and brain is the internal revelation. ഇതൊക്കെ പറയണമെങ്കിൽ ഗസാലി ഇമാമിന്റെ ഇൽമ് എത്രയായിരിക്കും? അൽ അഖ്ലു വഹ്യും മിനദ് ദാഖിൽ വൽ വഹ്യു അഖ്ലുൻ മിനൽ ഖാരിജ്. അതുകൊണ്ട് ഖുർആൻ പറയാ, ഈ ബുദ്ധി
ബുദ്ധിയെ കോംപ്രമൈസ് ചെയ്യുന്ന എനി സബ്സ്റ്റൻസ്, എന്ത് സാധനമാണെങ്കിലും അതിനോട് ഇസ്ലാമിനുള്ളത് യുദ്ധമാണ്. ശുദ്ധ ഇസ്ലാം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മനുഷ്യന്റെ ബുദ്ധിയെ തകരാറിലാക്കുന്ന സംവിധാനങ്ങളോട്.